ഹലോ മച്ചന്മാരെ, എജുക്കേഷൻ ചാനൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഹോട്ടൽ സിമുലേറ്റർ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കൂട്ടുകാരെല്ലാം ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓൺ കൊടുക്കുക. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എവിടെയാണ് വെച്ച് നിർത്തിയത്? നമ്മൾ ചെറിയ ലാഗ്, ഒരു മിനിറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുതിയതായിട്ട് തുറന്നത് നമ്മുടെ സ്വന്തം പൂളാണ്, സ്വിമ്മിങ് പൂൾ. ഫുൾ റെഡിയാണ്, ഫുൾ സെറ്റ്. കണ്ട സെറ്റാണ്. ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട് ഇതിൽ ഓൾറെഡി. കണ്ട 150 ലെവലൊക്കെ ആയാലും ഇത് കിട്ടുള്ളൂ. നമുക്ക് നോക്കാം. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പ്ലാനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മൾ തുറക്കാത്ത ഒരെണ്ണം കൂടി ഉണ്ട് നമ്മുടെ. അയ്യോ, ഞാൻ എൻ്റെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഓക്കെ, റെഡി. നമ്മൾ ഈ തുറക്കാത്തതും കൂടി ഉണ്ട്. അതായത് ലോണ്ടറി നമ്മൾ ഇതുവരെ തുറന്നിട്ടില്ല. ലോണ്ടറി അതിപ്പോൾ തൽക്കാലം തുറന്നു വെക്കാം. ഇന്ന് നമ്മുടെ പ്ലാനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഇവരുടെ ഇതിലെ കാണിക്കണ എം എഫ് സി കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. അത് മിക്കവാറും തുറക്കാന്നാണ് പ്ലാനിങ്. എം എഫ് സി തുറക്കാം, അല്ലെങ്കിൽ ഇത് തുറക്കാം. അത് വേണ്ട, ജിം തന്നെ ആദ്യം തുറക്കാം. അത് കഴിഞ്ഞിട്ട് എം എഫ് സി തുറക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ലോണ്ടറിയുടെ കാര്യങ്ങൾ ഫുള്ള് നോക്കിയിട്ട് സെറ്റാക്കാം. എങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ നമുക്ക്. നമ്മൾ തുറക്കാണ്ടിരുന്ന ഇതെല്ലാം ഒന്നിൽ ഇതാണ്. ഇത് പൈസ കൊടുത്ത് നമ്മൾ സെറ്റാക്കി. ഇത് മുഴുവൻ ക്ലീൻ ചെയ്യാം. ആദ്യം ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. A few moments later. ഓക്കെ, നമ്മളെ ക്ലീൻ ചെയ്തു. ഇപ്പൊ നമുക്ക് എന്തോ തന്നുണ്ട്. എന്തുട്ടാ? earn more point to get a reward and promote the next view. എന്തോ പറഞ്ഞു, അതെന്തായാലും ആവട്ടെ. ഇപ്പോ ഇനി നമുക്ക് ആവശ്യം ഈ ലോണ്ടറി ഷോപ്പിന് വേണ്ട എന്താണ് ലോണ്ടറി ഷോപ്പിന് വേണ്ടത്? നമ്മൾ എന്താ പറയാ, വാഷിംഗ് മെഷീൻ. ഈ വഴിക്കൂടെ നമുക്ക് ഇങ്ങനെ കയറാനൊക്കെ ഉള്ള വഴി ഉണ്ട്. നമുക്ക് ഏതോ കയറാം. ആദ്യം വാഷിംഗ് മെഷീൻ്റെ കാര്യം നോക്കട്ടെ. ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോഴൊന്നുകൂടി ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. ഇവിടെ സ്റ്റോറ്, ലോണ്ടറി. ലോണ്ടറിയിൽ കാര്യമായിട്ടൊന്നുമില്ല. വാഷിംഗ് മെഷീൻ ഉണ്ട് മെയിനായിട്ട്. ഒരു വാഷിംഗ് മെഷീൻ പറയാം. പിന്നെ ഇതെന്താ, ഇതും വാഷിംഗ് മെഷീൻ തന്നെ. എന്തോ ഒരു സംഭവം, രണ്ട് സംഭവം. എന്താന്ന് മനസ്സിലായില്ല. പിന്നെ ഇതിന്റെ റാക്ക് ഒരെണ്ണം വേണം. ഒരു ഇങ്ങനത്തെ എന്തോ, എന്താ, ഇത് മനസ്സിലായി. ഇത് ഒരെണ്ണം എടുത്തോട്ടെ. പിന്നെ ഇത് മനസ്സിലായിട്ടില്ല, എന്നാലും ഇത് രണ്ടും ഇരിക്കട്ടെ. സംഭവം എന്താന്ന് മനസ്സിലായിട്ടില്ല, എന്നാലും ഇരിക്കട്ടെ. ഇത് എത്തട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇത് തുറക്കാം. കാരണം ഇതുണ്ടെങ്കിൽ കാര്യമുള്ളൂ. ആദ്യം സ്റ്റാഫിന് വെക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യാം. ആയിക്കോട്ടെ, ഓപ്പൺ ചെയ്യാമല്ലോ അങ്ങോട്ട്. ഓക്കെ, കൊടുത്തോളൂ. ഓക്കെ, പിന്നെ ക്ലീനർ രണ്ടുപേരും ഇരുന്നോട്ടെ. ക്ലീനർ രണ്ടുപേര് ഇരിക്കട്ടെ. നമ്മൾ ഇത് മാത്രം തുറക്കാൻ കാരണം, നിലവിൽ ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അതിന്റെയാണ്. ഇപ്പൊ അതിന്റെ ഇടയിൽ ഇതൊന്നും തുറക്കുന്നത് കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ ഐറ്റംസ് എത്തിയിട്ട് ഇത് ഇവർ നോക്കിക്കോളൂ. ഇതെന്താണ് നമുക്ക് നോക്കിയിട്ട് വരാം. വാ, നമുക്ക് നമ്മൾ ലോണ്ടറിയുടെ പരിപാടി ഇപ്പൊ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് KFC അല്ല, ജിമ്മ് തുറക്കാം. 1 hour later. അങ്ങനെ മച്ചന്മാരെ നമ്മൾ സാധനം ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട, ഇതിപ്പോ ഏകദേശം തെറ്റുണ്ട്. ഇനിയിപ്പോ റാക്കിങ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു റാക്ക് കൂടി മേടിച്ച് വരുത്താം. നമുക്ക് റാക്ക് 2 സെറ്റ് ഉണ്ട്. ബ്ലൂ നൈസ് സംഭവം. ഇപ്പൊ തൽക്കാലം അത് വേണ്ട. നമുക്കിപ്പോ ആവശ്യമുള്ളത് ഓക്കെ, ഇത് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യണ്ട. അപ്പൊ അത് ഓപ്പൺ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. എന്തായാലും നമ്മളെ നിന്ന് നോക്കണേക്കാളും നല്ലത് എന്താ, ആരെങ്കിലും വെച്ച് നോക്കാം നമുക്ക്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ്. ഇത് എന്തത്, ഇവന് വട്ടായ? ആരത്? ഹഡ്സണാ?
ഇതാ ഭ്രാന്തൻ. ചെവിയില് പാട്ടിന് സാധനം വെക്കേണ്ടവൻ ഇവിടെ തുള്ളി കളിക്ക്. വട്ടൻ തന്നെ. ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യാം. ക്ലോത്ത് സ്റ്റോർ അല്ലല്ലോ, ലോണ്ടറി. ഓപ്പൺ ആവും. സ്റ്റാഫിന് വെക്കാം. ലോണ്ടറി മാൻ, ലോണ്ടറി റിസപ്ഷനിസ്റ്റ് അതാണ് വേണ്ടത്. ഒരു ലോണ്ടറി മാനും വെക്കാം. സംഭവം എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിട്ട് വരാം. ഇത് നിങ്ങൾ നോക്കട്ടാ, ഞാൻ നോക്കിട്ട് വരാം. ലോണ്ടറി തുറന്നു. എല്ലാരും വരിക. ലോണ്ടറി തുറന്നുണ്ട്. വരിക. ഇതിനുള്ള പാട്ടൊക്കെ. വാഷിംഗ് മെഷീന്റെ വർക്കാവുന്നു. ദേ. ഓ ഇതാണല്ലോ ലോണ്ടറി മാൻ. ലോണ്ടറി റിസപ്ഷനിസ്റ്റ്. ആയി മച്ചാൻ, ആയി എടുക്ക്. ഒരു മിനിറ്റ്. ആയി ഇതേ മച്ചാൻ എന്തൊക്കെ ചെയ്യുന്നു. അത് ക്ലീൻ ചെയ്തു, ഡ്രൈ ചെയ്തോണ്ടിരിക്കുക. അതായത് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന പോലെ ആദ്യം നമ്മൾ ഇതിലിട്ടിട്ട് ആയിട്ട് ഇത് നേരെ കഴുകാടും. എന്തായാലും ഇത് സെറ്റാണ്. ടാപ്പ് ഇൻസേർട്ട് അതാള് നോക്കിക്കോളും, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ആള് നോക്കിക്കോളും. അതെന്തായാലും കലക്കി. അതെന്തായാലും നന്നായിട്ടോ. വേണ്ട റിസപ്ഷനിസ്റ്റ് പൈസ ആയിരുന്നു നോക്കാം. ഓ ഇങ്ങനെയാണ് അപ്പൊ പരിപാടി. അപ്പൊ നമുക്ക് ഒരു റാക്കല്ല 2 റാക്ക് വേണ്ടി വരില്ല. ക്ലീൻ റാക്ക് മറ്റേതും മേടിച്ചിടാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ക്ലീൻ റാക്ക് ഇല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഇതെന്തുവാ? ഇതിലാണ് ഇടാല്ലേ. ഇവിടെയാണ് കഴുകാത്തത് വെക്കുക. ട്രിപ്പ് റാക്ക്. ഓക്കെ. അയ്യോ, അപ്പൊ ഇങ്ങനത്തെ ഒരെണ്ണം വെക്കേണ്ടിയല്ലോ. ഡബിളും സിംഗിളും. അത് നമ്മുടെ എത്തിയോ നോക്കട്ടെ. 2 മിനിറ്റ് എടുക്കുന്നത്. അത് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ചെറിയൊരു പണി ഒപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് കൗണ്ടർ 2 വെക്കാം. ഡബിള് സിംഗിള്. നമുക്ക് കൗണ്ടറോള് മാറ്റി വെച്ചാലോ സൈഡിക്ക്. കൗണ്ടർ ഇപ്പൊ വർക്കിംഗ് ആണല്ലേ. അപ്പൊ അതാ ഇരുന്നോട്ടെ. അയാളവിടെ പോയി. മറ്റേ ലോണ്ടറി മാൻ ഇവിടെ മറ്റേ പേടിക്കാണ് ഞാൻ. എന്തായാലും നമുക്ക് റാക്ക് വീണ്ടും വെച്ച് നോക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ ശരിയാവില്ല. ഇത് എളുപ്പമല്ല. അത് നമ്മളൊക്കെ റാക്ക് ഇപ്പൊ തന്നെ വയ്ക്കാം. ഇതിന്റെ മ്യൂസിക് ഒക്കെ എന്തെങ്കിലും വഴി ഉണ്ടാവണമെന്ന് ആദ്യം നോക്കണം. അയ്യോ, ഇത് വൃത്തിയായില്ല. ഇതൊന്നും ഇവിടുന്ന് പ്ലേസ് ചെയ്തിട്ട് ഇത് ഇപ്പുറത്തേക്ക് വയ്ക്കാം. കാരണം അതാ വൃത്തി. ഇത് നിങ്ങൾ നീക്കി വയ്ക്കാം. ഇതൊക്കെ ക്ലീൻ ബാങ്ക്. ഇവൻ എന്തിട്ട് എന്നെ എന്തുകൊണ്ടാണ്
എന്തായാലും ഇത് നമ്മൾ ഇപ്രാവശ്യം ലോണ്ടറി സെറ്റ് ആക്കുന്ന പ്ലാനിങ്. എന്തായാലും രണ്ടും ചെയ്യാന്ന് വെച്ചു. പക്ഷെ രണ്ടും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സമയം കുറെ പോണ മനസ്സിലായേ. എന്തായാലും കുഴപ്പമില്ല, രണ്ടും കൊള്ളാം. എന്തായാലും ഇത് നമ്മളിപ്പോ ചെയ്ത് തീർക്കാം. ചോദ്യത്തിന്റെ പാട്ട് എന്തൊക്കെ ചെയ്യാ? ഒരു മിനിറ്റ്, ഞാൻ പാട്ടിന്റെ കാര്യം നോക്കട്ടെ കേട്ടോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്താണ് അവ ഉണ്ടായെന്ന് മനസ്സിലായില്ല. അപ്പൊ ഓക്കെ, നമുക്ക് ഈ ഐറ്റംസും കൂടി വെക്കാം, സെറ്റാക്കാം. അപ്പൊ എന്തായാലും ഇത് വെച്ചിട്ട് ഞാൻ വരാം. അങ്ങനെ ഗൈസ് ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്, റാക്കൊക്കെ വെച്ചു. ഇതിപ്പോ വെച്ച കാരണം അല്ലെങ്കിൽ അതൊന്നും നീക്കി വെക്കാം. റാക്ക് കണ്ട ഇതിന്റെ ഈ റേഞ്ചിന് വരെ വെക്കാം, ഇവിടെ അങ്ങോട്ട് വെക്കാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇത്ര ഉള്ളൂ. ഇതിനിപ്പോ രണ്ട് ഇതും കൂടി വെക്കണമെങ്കിൽ വെക്കാം, ഒരു കുഴപ്പമില്ല. എന്തായാലും കൊള്ളാം. ഇതിന് ലോണ്ടറിയുടെ സർവീസും കൊള്ളാം. ലോണ്ടറി സർവീസ് ഒന്നുകൂടി രസമുണ്ട്, കുഴപ്പമില്ല. പൈസ കിട്ടണത് ഒക്കെ വൈബാണ്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ പാട്ടാണ്. പാട്ട് കോപ്പിറൈറ്റ് അടിക്കുമോന്ന് അറിയില്ല. പാട്ട് നമുക്ക് കോപ്പിറൈറ്റ് തരുമോന്ന് അറിയില്ല, നോക്കി നോക്കാം. ഇപ്പൊ എന്തായാലും സെറ്റായിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും നമുക്ക് ലോണ്ടറിയുടെ കാര്യം സെറ്റ്. നമുക്ക് ഉള്ളത് രണ്ടെണ്ണോടെയും തുറക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ എല്ലാം ഒന്നുകൂടിയും അപ്ഗ്രേഡ് ആക്കി എടുക്കുക, അതാണ് നമ്മുടെ പ്ലാനിങ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ബൈ ബൈ, ബൈ ബൈ.